നമ്മുടെ ആഡ്സിനിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ് ഡിസൈനിങ്, മൾട്ടിമീഡിയ കോഴ്സസിൻ്റെ റിയൽ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ എക്സാമിലല്ല, അവരുടെ പ്ലേസ്മെൻറ്റിലാണ് നമുക്ക് കാണിച്ചു തരാനുള്ളത്. വെൽക്കം ബാക്ക് ടു ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ് സക്സസ് സ്റ്റോറി സീരീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ആഡ്സിനിലെ മൾട്ടിമീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്ന മിഥിലാജ് ആണ്. ആളിന്ന് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ക്രിയേറ്റീവ് ഹെഡ് ആയിട്ടാണ് ഉള്ളത്. വെൽക്കം മിഥിലാജ്. താങ്ക് യു. ഹൗസ് യുവർ ജേർണി ഫ്രം ആഡ്സ് ഇൻ ടു എ ക്രിയേറ്റീവ് ഹെഡ്? ഞാൻ ഫസ്റ്റ് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യാൻ വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളും ഫൈസാർ കാണുമായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് റൈസാർ റെക്കമെൻഡ് ചെയ്തതാണ് മൾട്ടിമീഡിയ. അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റിങ്ങിലേക്ക് ഒന്നുകൂടി അപ്സ്കെയിൽ ചെയ്യാന്നുള്ള രീതിയിലേക്ക് ജോയിൻ ചെയ്യും. പിന്നെ ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ക്യാപ്കട്ട്, പിന്നെ അലൈറ്റ് മോഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നായിരുന്നു എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും സ്കില്ലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബെറ്റർ ആക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആഡ്സിലേക്ക് വരുന്നത്. അങ്ങനെ വരും. പിന്നെ ആഫ്റ്റർ എഫക്റ്റും പ്രീമിയർ പ്രോയും ഇപ്പോൾ നല്ല രീതിയിൽ ഏകദേശം പഠിച്ച് ഓക്കെ ആയി. അങ്ങനെ മൾട്ടിമീഡിയ ഡിസൈനിങ് കംപ്ലീറ്റ് ആക്കി. ഇവിടുന്ന് ഇറങ്ങി 3 ദിവസം പോലും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല. അതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ഒരു പ്ലേസ്മെന്റ് കിട്ടും, ഓഫർ ലെറ്റർ വരും, പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു ചെയ്തത്. ആദ്യം വീഡിയോ എഡിറ്റിംഗ് കം ഗ്രാഫിക് ഡിസൈനർ ആയിട്ടായിരുന്നു കയറിയത്. പിന്നീട് 1 മന്ത് കഴിഞ്ഞ പാടി തന്നെ എനിക്ക് ക്രിയേറ്റീവ് ഹെഡായിട്ട് ജോയിൻ ചെയ്യാനും സാധിച്ചവിടെ. ഓക്കെ, നമ്മുടെ ആഡ്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്കറിയാം, നമ്മൾ തിയറി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാക്ടിക്കൽസിനാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. സോ ആ പ്രാക്ടിക്കൽ സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? എത്രത്തോളം ഇയാൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്? ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ഹെഡൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇവിടെ പഠിച്ചത് എത്രത്തോളം ഇയാൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി? ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഏകദേശം ഫിലിം ടൈപ്പ് പോലെ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആക്കേണ്ട രീതിയിലായിരുന്നു. ഏതൊരു ഡൗട്ട് ചോദിച്ചാലും, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് 4 മന്തോളായി. ഇപ്പോഴും ഞാൻ കാർത്തിക് സാറിനെയൊക്കെ വിളിച്ചു നോക്കിയാൽ എന്താവും, എനിക്ക് അതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അഡ്സിൽ എനിക്ക് തിയറി ആയാലും തിയറിനെക്കാട്ടി കൂടുതൽ എനിക്ക് കിട്ടിയത് പ്രാക്ടിക്കലാണ്. ഇപ്പോൾ ഡിസൈനിങ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും, വീഡിയോ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ക്യാപ് കട്ടിലാണ് ഇതാക്കിയത്. ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടുന്ന് ഇത് ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആഫ്റ്റർ എഫക്റ്റിൽ എനിക്ക് നല്ലോണം വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും എല്ലാത്തിനും ഇപ്പോൾ കഴിയും. പ്രീമിയർ പ്രോ ആയാലും ആഫ്റ്റർ എഫക്റ്റ് ആയാലും എല്ലാം ഓൾ സെറ്റാണ്. നമ്മുടെ ആഡ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിനെ അവരെ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അവരെ ഓൺടർപ്രനേഴ്സ് ആക്കാൻ കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു ഓൺടർപ്രനർഷിപ്പിൻ്റെ ക്ലാസ്സസും അല്ലെങ്കിൽ ആ ഒരു സെഷനിലൂടെ ഇയാൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുത്താനായിട്ട് പറ്റിയിട്ടുള്ളത്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് മേറലി സാറിനെ തന്നെയാണ്. സാർ എനിക്ക് ഇവിടുന്ന് പഠിക്കുന്നതിൽ കൂടെ തന്നെ എങ്ങനെ ഏൺ ചെയ്യണം എന്നൊരു കറക്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരികയും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് എന്താക്കി ഞങ്ങൾ ഏജൻസി ബിൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഏജൻസി എന്തായിട്ടുണ്ട്, ഇതിലൂടെ ഓൺലൈനായിട്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു രീതിക്ക് തന്നെ. അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയൽ ക്ലയൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അവരുമായിട്ട് ഇൻട്രപ്റ്റ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ സാധിച്ചു. മെയിൻ ഒരു ഹൈലൈറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അതുതന്നെയാണ്, നമുക്ക് ഏണിങ്സ് പഠിക്കുന്നതിലൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാന്നുള്ള ഇതാണ്. ഇപ്പോൾ ഞാനൊരു ഏജൻസിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണല്ലോ, അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ക്ലയൻസിനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് അവിടെ ഈസി ആയിട്ട് ക്ലയൻസിനെയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓണർഷിപ്പ് ക്ലാസ് എനിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം, കോഴ്സ് കഴിയുന്നതിൻ്റെ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ സെഷൻ ഉണ്ടായിരിക്കുമല്ലോ, ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ ഉണ്ടായിരിക്കും. സോ ആ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ഒരു റിയൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീല്? കൂടുതലായിട്ട് ഭയപ്പാടുണ്ടാവുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്? സോ മോക്ക് ഇൻ്റർവ്യൂ ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്രയും പേടിച്ചൊരു കാര്യം അഡ്സിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എല്ലാ സ്റ്റുഡൻസ് ആയാലും അതിന് ഭയങ്കര അധികം പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്നത്. നമ്മളെ ഇപ്പോൾ ഞാൻ ജോബ് ചെയ്യുന്ന വയനാട്ടിലാണ്. വയനാട്ടിലായാലും ആ ഒരു രീതിക്ക് ഒരു ഇൻ്റർവ്യൂ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ്. അത്രയ്ക്ക് ടഫ് ആൻഡ് രീതിയിലായിരുന്നു നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂ വെച്ച്. ബട്ട് അതിനെക്കാരനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെ പോയാലും സുഖമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. ഇവിടെ വന്നതിൻ്റെ നെക്സ്റ്റ് ബെനിഫിറ്റ് എന്താ വിചാരിച്ചാൽ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം നന്നായിട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ നല്ലോണം എന്തായി ബെറ്റർ ആയി തുടങ്ങി. അതിപ്പോൾ ഇൻ്റർവ്യൂവിലായാലും
എവിടെ ആയാലും ഒരു ക്ലൈൻ്റ് ആയാലും കാര്യങ്ങളായാലും എവിടെ എനിക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഒരു ഇതാണ് അഡ്സിൽ വന്നതിൻ്റെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ. ഓക്കെ മിഥിലാജ്, ഇനിയും മിഥിലാജിൻ്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ. ദെൻ ഓൾസോ എല്ലാവിധ ഫ്യൂച്ചർ വിഷസും നൽകുന്നു. താങ്ക് യു.